തൃശൂർ നടത്തറയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്നതറിഞ്ഞ് ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർമാർ. അമിത ഭാരം കയറ്റിയ 3 ലോറികളാണ് ഡ്രൈവർമാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് വിവരങ്ങൾ ചോരുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് തൃശൂർ നടത്തറയിൽ കരിങ്കല്ല് കയറ്റി വന്ന അമിതഭാരം കയറ്റിയ 3 ലോറികൾ റോഡരികിൽ നിർത്തിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരാണ് ഇവ കണ്ടത്. ഉടൻ തന്നെ പിറകെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്ന കാഴ്ചയും കണ്ടിരുന്നു. വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അമിതഭാരം കയറ്റിയാണ് ഈ വാഹനങ്ങൾ പോയിരുന്നത് എന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുന്നത് അറിഞ്ഞാണ് ലോറി ഡ്രൈവർമാർ ലോറി റോഡരികിൽ ഉപേക്ഷിച്ചുകൊണ്ട് മുങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം പരിശോധനകൾക്കായി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥരോ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരോ പുറത്തിറങ്ങുമ്പോൾ തന്നെ വിവരം ചോർന്നു കിട്ടുന്നു ഡ്രൈവർമാർക്ക് എന്നുള്ള ഗുരുതര പ്രശ്നമാണ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ എക്സൈസ് ഉദ്യോഗസ്ഥരോ മറ്റ് അധികൃതരോ ഇത്തരം പരിശോധനകൾക്ക് ഇറങ്ങുമ്പോൾ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട അംഗങ്ങളും അവരുടെ വിശ്വസ്തരും മാത്രമാണ് അംഗങ്ങളായുള്ളത്. പല സ്ഥലത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും മറ്റും പുറത്തിറങ്ങുമ്പോൾ മുതൽ ഉള്ള അവരുടെ ആക്ടിവിറ്റീസ് ഇത്തരത്തിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെയൊക്കെ പരിശോധന നടക്കുന്നുണ്ട്, ഏതെല്ലാം ഭാഗത്തേക്ക് ഇവർ പോകുന്നുണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ പരിശോധന നടത്തുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് വരെയുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് വരെയുള്ള ഇത്തരം വിവരങ്ങളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്നും അത്തരത്തിൽ ചട്ടം ലംഘിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിന് ഇവരൊക്കെ തന്നെ കുടപിടിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ പിടിച്ചെടുത്ത ലോറികളുടെ വാഹന ഉടമകളെ വിളിച്ചു വരുത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അമിതഭാരം കയറ്റിയാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. GST ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇവയിൽ ചരക്കുകൾ കടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ GST വകുപ്പും പരിശോധിക്കും. ഈ വാഹനങ്ങളൊക്കെ തന്നെ അധികൃതർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരിശോധനകൾ തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.